റബീഉൽ അവ്വൽ 12 അന്ന് പ്രത്യേകമായ ഘോഷയാത്രയും ഭക്ഷണ വിതരണവും മൗലിദുകളുമെല്ലാം അത് പുണ്യമാണ് എങ്കിൽ എല്ലാവരും അത് ചെയ്യണം. ആ പുണ്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അല്ല, അങ്ങനെ ഒരു ആചാരം ദീനിലില്ല എങ്കിൽ അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം. എന്തുകൊണ്ട് പാടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം, തർക്കങ്ങളുണ്ടായാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന പക്ഷം നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, ഖുർആനിലേക്ക് ഹദീസിലേക്ക് മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ. ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ ചില ആളുകളത് പുണ്യമാണെന്ന് പറയുന്നു, ചിലർ പാടില്ല എന്ന് പറയുന്നു. ആ തർക്കത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട്, അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട്. ആ പ്രമാണങ്ങളിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഘോഷവും ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ജന്മദിനം ആഘോഷിക്കുക എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്നല്ല, ആരുടെ ജന്മദിനാഘോഷവും, അത് സാധാരണക്കാരൻ്റെതും പണ്ഡിതൻ്റെതും പ്രവാചകന്മാരുടേതും, ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, ആ ഓരോ വർഷത്തിലും ആ ജന്മദിനത്തിന് പ്രത്യേകമായ എന്തെങ്കിലും മധുര പലഹാരം വിതരണം ചെയ്യുക, പ്രത്യേകമായ എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്തുക, അത് ഇസ്ലാമിക സംസ്കാരമല്ല. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എത്ര ഇടങ്ങളിൽ അള്ളാഹു പറഞ്ഞു. ഹദീസുകളിലൂടെ എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടെ എവിടെയും ആ പ്രവാചകന്മാർ ജനിച്ച ദിവസമോ ആ ജനിച്ച ഡേറ്റോ അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? ആ ദിവസത്തിൽ ഒരു ഇബാദത്തും ഒരു ആചാരവും ഈ ഉമ്മത്തിന് അനുഷ്ഠിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം, റുഖയ്യ, സൈനബ്, ഫാത്തിമ, ഉമ്മു കുൽസൂം അവരെല്ലാം ജനിച്ചു. ആ വർഷങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതാ ഇന്ന് കുട്ടിയുണ്ടായ ദിവസമല്ലേ, നിങ്ങളെല്ലാവരും സന്തോഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിതരണം ചെയ്തതോ എന്തെങ്കിലും സംഘടിപ്പിച്ചതോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാ ഉസ്താദുമാരും പറയും ജന്മദിനാഘോഷം അത് പാടില്ല. സാധാരണക്കാരുടേതാകുമ്പോൾ അത് തെറ്റാകുമ്പോൾ ആ തെറ്റ് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്താൻ കഴിയുക? അപ്പോൾ ജന്മദിനാഘോഷം എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിക്കൊണ്ട്, അള്ളാഹു പൂർത്തീകരിച്ച ദീനിൽ നബിദിനാഘോഷമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തി റസൂലുള്ളാഹി ഓതിക്കേൾപ്പിച്ചു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽ യൗം, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ആരാണ് ആ ദീൻ പൂർത്തീകരിച്ചത്? അള്ളാഹുവാണ്. ഇനി ഒരു ഹുക്കുമും ഈ ദീനിൽ വരാനില്ല, ഇനി ഒരു പുതിയ മതവിധികളും ഈ ദീനിൽ വരാനില്ല. അള്ളാഹു ആ ദീൻ പൂർത്തീകരിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പൂർത്തീകരിച്ച ആ ദീനിൽ റസൂലുള്ളാഹി അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ദീൻ എന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ റബീഉൽ അവ്വൽ 12 അന്നൊരു ഘോഷയാത്രയോ ഒരു മധുരപലഹാര വിതരണമോ ഒരു 10 സ്വലാത്ത് കൂടുതൽ ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആചാരം ദീനിൽ അള്ളാഹു പൂർത്തീകരിച്ച ദീനിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിഅമത്തായി പഠിപ്പിച്ച കാര്യങ്ങളിൽ അങ്ങനെ ഒരു ആഘോഷമില്ല എങ്കിൽ ഒരാൾ തീരുമാനിക്കാണ്, അള്ളാഹു ദീന് പൂർത്തീകരിച്ചപ്പോൾ എന്തെല്ലാമാണോ ഉള്ളത് അത് മാത്രമേ ഞാൻ ചെയ്യൂ, അതല്ലാത്ത ഒന്ന് എനിക്ക് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായി തീരുക?
അതിനെ എന്തിനെയാണ് എതിർക്കേണ്ട ആവശ്യം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു തആല പഠിപ്പിച്ച ദീനിൽ അന്നില്ലാത്ത ഒരു നന്മ ഇനി നമുക്ക് നേടാനില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്മയല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഇത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് മൗലിദ് കടിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ഹിജറ 300 കഴിഞ്ഞിട്ടാണ് മൗലിദാഘോഷം കടന്നു വരുന്നത്. ആദ്യത്തെ 3 തലമുറയിലില്ല. അള്ളാഹുദീൻ പൂർത്തീകരിച്ച് നൽകുമ്പോൾ ആ ദീനിലില്ല. സ്വഹാബാക്കൾക്കറിയില്ല, താബിഈകൾക്കറിയില്ല, ആദ്യത്തെ സച്ചരിതരായ 3 തലമുറക്കറിയില്ല. അതുപോലെ തന്നെ 4-ാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എത്രയെത്ര നന്മകൾ! അതിലെവിടെയും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞാണ് നമ്മൾ കിടക്കുന്നത്. എങ്ങനെ ഉറങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉറക്കിൽ ഒരു ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതുവരെ എന്തെല്ലാം ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ വിഷയത്തിൽ ഒരു അധ്യാപനങ്ങളും അന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഈ ആചാരങ്ങൾ ദീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെരുന്നാളിന്റെ അന്ന് ചെയ്യേണ്ട ആദാബുകൾ നമുക്കറിയാം, ഹദീസുകളിലുണ്ട്. വെള്ളിയാഴ്ച ചെയ്യേണ്ട ആദാബുകൾ നമുക്കറിയാം, ഹദീസുകളിലുണ്ട്. അത് ദീനാണ്. എന്നാൽ റബീഉൽ അവ്വൽ 12 അന്ന് ചെയ്യേണ്ട ആദാബുകൾ ഇസ്ലാമിക ചരിത്രത്തിലെ 10,000-കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ച എത്രയെത്ര മുഹദ്ദിസുകൾ കടന്നുപോയി. ഇമാം അഹ്മദിന്റെ മുസ്നദ്, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകൾ, അതിലെവിടെയെങ്കിലും അങ്ങനെ ഒരു ബാബുണ്ടോ? റബീഉൽ അവ്വൽ 12 അന്ന് ചെയ്യേണ്ട ആഘോഷങ്ങൾ, ആദാബുകൾ. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങളിൽ എവിടെയും ആ വിഷയത്തിൽ നമ്മളോടൊരു കൽപ്പനയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലൈസ മിൻ അമലിൻ യുഖർരിബു മിനൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു അമലും ഞാനത് പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. അന്ന് ഭക്ഷണം കൊടുക്കൽ പുണ്യമാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അന്ന് ഘോഷയാത്ര നടത്തൽ പുണ്യമാണ് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനാണ് റിസാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ളത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു നന്മയുണ്ട് എന്നൊരുത്തൻ വാദിച്ചാൽ, നബി പഠിപ്പിച്ചിട്ടില്ല എങ്കിലും റബീഉൽ അവ്വൽ 12 ഭക്ഷണ വിതരണം അത് പുണ്യമാണ്, ഘോഷയാത്ര പുണ്യമാണ്, അത് കാണാൻ വഴിയിൽ കാത്തു നിൽക്കൽ പുണ്യമാണ്, അന്നത്തെ ദഫ്മുട്ട് പുണ്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ വാദിക്കുന്നത് ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അല്ലാഹു തആല ഏൽപ്പിച്ച റിസാലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഞ്ചന കാണിച്ചു എന്നാണ്. വലാ മിൻ അമലിൻ യുഖർരിബു ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, അമലുകൾ, അത് ഞാൻ വിരോധിക്കാതെ വിട്ടുപോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ആഘോഷിക്കാതിരിക്കുക എന്നത് പാപമാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. ചില ആളുകൾ ചോദിക്കും, അതെങ്ങനെ നബി പറയാ ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ സന്തോഷിക്കണമെന്ന്? ഇത് ദീനാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയുടെ നഫ്സാണ്. ഉമർ, നിന്റെ ഈമാൻ പൂർണ്ണമല്ല. നിന്റെ നഫ്സിനേക്കാൾ ഞാൻ പ്രിയപ്പെട്ടതാകുന്നതുവരെ. അള്ളാന്റെ റസൂൽ വിചാരിച്ചോ, ഞാനെങ്ങനെ ഇപ്പൊ ഉമറിനോട് പറയാ, ഉമറെ നിന്നേക്കാൾ അധികം എന്നെ സ്നേഹിക്കണമെന്ന്? എന്റെ പേര് കേട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ പിശുക്കനാണ് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജന്മദിനാഘോഷം ദീനാണ് എങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. 5-ാമത്തെ കാരണം, സ്വഹാബത്തിന്റെ മാതൃകയിൽ ഇങ്ങനെ ഒരു അമലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വതഫ്തരിഖു ഉമ്മതി
അലാ 73 മില്ല. എന്റെ ഉമ്മത്തി 73 വിഭാഗമായി തീരും. കുല്ലുഹും ഫിന്നാർ, അതെല്ലാം നരകത്തിന്റെ വഴിയിലാണ്. ഇല്ലാ മില്ലതൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ. സ്വഹാബികൾക്കറിയേണ്ടത് ആരാണ് ആ സ്വർഗത്തിന്റെ അവകാശികൾ, ഏതു വഴിയാണ് സ്വർഗത്തിന്റെ വഴി എന്നാണ്. ഖാൽ മൻ ഹിയ യാ റസൂലല്ലാഹ്, സ്വഹാബാക്കൾ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ സ്വർഗത്തിന്റെ വഴിയിലുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മാ അന അലൈഹി വസ്ഹാബി, ഞാൻ ഏതൊരു വഴിയിൽ നിന്നുവോ, സ്വഹാബത്ത് ഏതൊരു വഴിയിൽ നിന്നുവോ ആ വഴിയിൽ സഞ്ചരിക്കുന്നവർ. ആ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യാണ്, അതുകൊണ്ട് ബിരിയാണി കൊടുത്തില്ല എന്ന് പറയാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തന്റെ ഭരണകാലഘട്ടത്തിൽ രാവിലെ ബൈത്തുൽ മാലിൽ നിന്ന് ആളുകൾ അങ്ങാടിയിലേക്ക് എത്തും. ഇന്നിതാ ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് തേനുണ്ട്, ഇന്ന് തേന് നൽകുന്ന ദിവസമാണ്, ഇന്ന് ഖുബ്സാണ്, രണ്ടാമത്തെ ദിവസം ഇന്ന് വസ്ത്രങ്ങളാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടി. ഇസ്ലാമിലെ രാജ്യത്തിലെ പ്രജകൾക്ക് അത് വീതിച്ചു നൽകുന്ന സാഹചര്യങ്ങളുണ്ടായി. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12 അന്ന് ഇതാ ഇന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾക്കുള്ള തംറിദ, ഈത്തപ്പഴം ഇതാ, ഖുബ്സ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിതരണം നമുക്ക് കാണാൻ കഴിയുമോ? ഹിജ്റയുടെ 110 അബു തുഫൈൽ ആമിർ ഇബ്നു വാസില അൽ-ലൈസി, അവസാനത്തെ സ്വഹാബി മരണപ്പെട്ടു. ഹിജ്റയുടെ 110. അതിനിടയിൽ ഒരു സ്വഹാബാക്കൾ പോലും എന്തെങ്കിലും ഒരു ആഘോഷം ആ ദിവസത്തിൽ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആറാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബികൾ, അവർക്ക് ഈ സ്നേഹം പരിചയമില്ല. ഇന്ന് നടത്തുന്നത് സ്നേഹമാണെങ്കിൽ സ്വഹാബത്തിന്റെ സ്നേഹം അപൂർണമാണ് എന്ന് പറയേണ്ടി വരും. ഈ ഘോഷയാത്ര സ്നേഹമാണെങ്കിൽ, ഈ ഭക്ഷണ വിതരണം സ്നേഹമാണെങ്കിൽ, ഈ റബീഉൽ അവ്വൽ 12 ആഘോഷങ്ങൾ സ്നേഹമാണെങ്കിൽ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബത്തിന്റെ സ്നേഹം അത് അപൂർണമാണ് എന്ന് പറയേണ്ടി വരും. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല എന്താണ് സ്വഹാബാക്കളെ പറ്റി പറഞ്ഞത്? മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യനെയും ആരും സ്നേഹിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ സ്നേഹിച്ചു. ജീവൻ ചോദിച്ചപ്പോൾ ജീവൻ നൽകി, ആരോഗ്യം ചോദിച്ചപ്പോൾ ആരോഗ്യം നൽകി. അവരുടെ നെഞ്ചകങ്ങൾ പരിചയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അവർ സംരക്ഷിച്ചു. ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ആഘോഷമുണ്ടോ? ഇല്ല എങ്കിൽ അത് സ്നേഹമല്ല. ഇന്ന് നടക്കുന്നത് പ്രവാചക സ്നേഹമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏഴാമത്തെ വിഷയം, നമ്മുടെ ഈദ് ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ആഘോഷം ഏതാണ്? ജാഹിലിയത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ആഘോഷത്തിനും ചാടിക്കളിക്കാൻ ഈ ഉമ്മത്തിന് പാടുള്ളതല്ല. എല്ലാ ആഘോഷത്തിലും ഭക്ഷണം കഴിക്കാനും ആശംസകൾ നേരാനും ഈ ഉമ്മത്തിന് പാടുള്ളതല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. നിങ്ങളുടെ 2 ഈദ്, യൗമുൽ അദ്ഹയാണ്, യൗമുൽ ഫിത്റാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം മുസ്ലിമിന് ഈദാണ്. ഇന്ന് പറയുന്നത് പോലെ ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ള ദിവസമാണ് പ്രവാചകൻ ജനിച്ച ദിവസമെങ്കിൽ എന്തുകൊണ്ടത് ഈദായി പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് ആഘോഷമായി പഠിപ്പിച്ചില്ല? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രമാണങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എട്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലും ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദിവസത്തിലാണ് ജനിച്ചത്? റബീഉൽ അവ്വൽ മാസത്തിൽ, അതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഏതു ദിവസം? 2 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 8 എന്ന അഭിപ്രായം പറഞ്ഞ താബീകളായ പണ്ഡിതന്മാരുണ്ട്.
9 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 10 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 12 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു? ആശൂറ നോമ്പ് എന്നാണ്? മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറഫ നോമ്പ് എപ്പോഴാണ്? ദുൽഹിജ്ജ 9-നാണ് എല്ലാവരും അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റബീഉൽ അവ്വൽ 12-നാണോ 9-നാണോ 8-നാണോ 2-നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്തും ഇസ്ലാം ദീനിലില്ല. അന്ന് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇസ്ലാം ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസം പ്രവാചകന്റെ കൂടെ ജനിച്ച സ്വഹാബാക്കളില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ മാസം ജനിച്ച സ്വഹാബാക്കളില്ലേ? അവരെങ്കിലും ആ ദിവസം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് ഇന്നാണ് നബി ജനിച്ചത്, അന്ന് പ്രത്യേകമായ പോരിശയുണ്ട്, അന്ന് പ്രത്യേകമായ ആഘോഷമുണ്ട്, അന്ന് പ്രത്യേകമായൊരു മൗലിദുണ്ട് എന്ന് പറഞ്ഞവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദിവസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോ റബീഉൽ അവ്വൽ 12-ന്. വഫാത്ത് റബീഉൽ അവ്വൽ 12-ന്. ഇസ്ലാമിക ചരിത്രത്തിൽ പരിചയമുള്ള റബീഉൽ അവ്വൽ 12 എന്താണ്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീ അദ്ലമ മിൻഹാ കുല്ലു ഷൈഇൻ. മദീന ഇരുട്ട് നിറഞ്ഞു. റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അവരുടെ കണ്ണുകളിൽ ഇരുട്ട് പടർന്നു. മദീന ഇരുട്ട് നിറഞ്ഞ ദിവസമാണ്. ഇന്ന് 24 മണിക്കൂറും വിളക്ക് കത്തണമെന്നാണ്. പള്ളികൾ അണിയിച്ചൊരുക്കുന്നു, തോരണങ്ങൾ തൂക്കുന്നു, അലങ്കാര ബൾബുകൾ അങ്ങാടികൾ നിറക്കുന്നു, മുഴുവൻ വെളിച്ചം നിറക്കാൻ. മദീന ഇരുട്ട് നിറഞ്ഞ ദിവസത്തിൽ. അപ്പൊ അതിന് മറുപടി ഇതാ, മരിച്ചാൽ ദുഃഖാചരണം 3 ദിവസമേ പാടുള്ളൂ. പിന്നെ എന്തിനാണ് ഈ നാട്ടിലെ ഈ ആണ്ട് നേർച്ചകൾ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നേർച്ച എന്തടിസ്ഥാനത്തിലാണ്? റിഫായി ഷെയ്ഖിന്റെ ആണ്ട് നേർച്ച എന്തടിസ്ഥാനത്തിലാണ്? സാധാരണക്കാരുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ആണ്ട് നേർച്ചകൾ നടത്തി ഭക്ഷണം കഴിക്കുന്നു, പ്രത്യേകമായ ചടങ്ങുകൾ നിർവഹിക്കുന്നു. അതെല്ലാം എന്തടിസ്ഥാനത്തിലാണ്? ദുഃഖാചരണം 3 ദിവസമേ ഉള്ളൂ. ആഘോഷവും ജനിച്ച ദിവസത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും ചൂഷണമാണ്. മരണത്തിന്റെ പേരിലും ചൂഷണമുണ്ട്, ജനനത്തിന്റെ പേരിലും ഇവിടെ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് ദീനല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 9-ാമത്തെ വിഷയം, ഇതിന്റെ തുടക്കക്കാർ സച്ചരിതരല്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല ഉത്തമമായ തലമുറ എന്റെ സ്വഹാബത്തിന്റെ തലമുറ. നമ്മൾ ഉഹുദ് മലയോളം സ്വർണം കൊടുത്തു. സ്വഹാബത്ത് ഒരു മുദ്ദാണ് കൊടുക്കുന്നത്. അത് സ്വർണ്ണാകണമെന്നില്ല, അത് ഗോതമ്പാണ്, ബാർലിയാണ്, എന്തുമായിക്കൊള്ളട്ടെ. അവരുടെ ഒരു മുദ്ദിനോളം നമ്മുടെ സ്വർണ്ണ മലകൾ എത്തുകയില്ല. അതാണ് സ്വഹാബാക്കൾ. ആ സ്വഹാബികളിൽ നിന്ന് ദീനു പഠിച്ച താബികൾ, തബഉ താബികൾ, അവർക്കാർക്കും ഈ ആഘോഷം പരിചയമില്ല. 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല. ആ 4 ഇമാമിങ്ങളുടെ കിതാബുകളിൽ ചർച്ച ചെയ്യാതെ പോയ ഏത് മസ്അലകളാണുള്ളത്? ഇമാം അബൂ ഹനീഫയുടെ കിതാബിൽ, ഇമാം മാലിക്കിന്റെ കിതാബിൽ, ഇമാം ഷാഫിയുടെ കിതാബിൽ അതിൽ ചർച്ച ചെയ്യാതെ പോയ ഏതു മസ്അലകളാണുള്ളത്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർ, അവർക്ക് പരിചയമില്ല. പിന്നെ തുടങ്ങിയതാരാണ്? 3-ാം നൂറ്റാണ്ടിൽ ഉബൈദിയാക്കളാണ് ഈ ആചാരം തുടങ്ങിയത്. അവര് സ്വയം പേര് വിളിച്ചു ഫാത്തിമിയാക്കൾ. മദ്യപാനം അനുവദിച്ച, വ്യഭിചാരം അനുവദിച്ച, ഭരണാധികാരിക്ക് സുജൂദ് ചെയ്യണമെന്ന് വാദിച്ച, ഇസ്ലാമിക ലോകം ഒന്നടങ്കം പുറംതള്ളിയ ഉബൈദിയാക്കൾ തുടങ്ങി വെച്ചൊരാചാരം ആദ്യത്തെ 6 നൂറ്റാണ്ടിനിടയിൽ
ഷിയാക്കളല്ലാതെ ഇസ്ലാമിക ലോകത്തെ ഏതെങ്കിലും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഈ ഒരു ആഘോഷത്തിന്റെ പിറകെയുണ്ടോ? പിന്നെ ആയത്തുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ആയത്തുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ 6 നൂറ്റാണ്ടിലെ മഹാപണ്ഡിതന്മാർക്ക്, സ്വഹാബാക്കൾക്ക്, താബീകൾക്ക്, തബൗ താബീകൾക്ക് ഈ ആയത്ത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് മനസ്സിലായില്ലേ? അറിഞ്ഞിട്ടും അവർ ആ നന്മ നഷ്ടപ്പെടുത്തിയോ? സ്വഹാബികൾ നഷ്ടപ്പെടുത്തിയോ? അള്ളാന്റെ ഖുർആനിൽ ജന്മദിനം ആഘോഷിക്കാൻ ഒരു ആയത്തുണ്ടായിട്ട് ഒരു ഈത്തപ്പഴം കൊണ്ടെങ്കിലും അവർ ജന്മദിനം ആഘോഷിച്ചോ? ആദ്യത്തെ 6 തലമുറകൾക്ക് ഈ നന്മ ആവശ്യമില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയം മനസ്സിലാക്കണം. 10ാമത്തെ കാര്യം, ദീനിലില്ലാത്തത് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദീനിലില്ലാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവന്നു, എന്ത് ചെയ്യണം? ഒന്നും പഠിപ്പിക്കാതെ അള്ളാന്റെ റസൂല് പോയിട്ടില്ല. ഒരു ഇൽമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചില ആളുകൾ വരും, ഇത് നന്മയാണ്, ഇത് പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ കൊണ്ടുവരും. എന്തു ചെയ്യണം? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അത് തള്ളിക്കളയണം. അത് ഇസ്ലാം ദീനിലില്ല. അവർക്കത് ചെയ്തു പോകാം. ഇസ്ലാമിന്റെ പേരിൽ അത് വെക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രവാചക സ്നേഹം ഈ ആഘോഷങ്ങൾക്കെതിരെ സംസാരിക്കലാണ്. മഹാനായ അബൂ ഇദ്രീസ് അൽ ഖൗലാനി അദ്ദേഹം പറയുകയാണ്, ലഅൻ അറാ ഫിൽ മസ്ജിദി നാറൻ ലാ അസ്തതിഉ ഇത്ഫാഅഹ അഹബ്ബു ഇലയ്യ മിൻ അൻ അറാ ഫീഹി ബിദ്അ ലാ അസ്തതിഉ തഗ്യീറഹ. ഒരു ബിദ്അത്ത് നടക്കുന്നു, ആ ബിദ്അത്തിനെ മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും പ്രയാസം. ഈ നിൽക്കുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിൽ തീയാളിപ്പടർന്ന് അതിനെ അണക്കാൻ എനിക്ക് കഴിയാതിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയാസം ബിദ്അത്തിനെ മാറ്റാൻ കഴിയാത്തതാണ്. അള്ളാന്റെ പള്ളി, ആ പള്ളിയിൽ തീ ആളിപ്പടരുന്നതിനേക്കാൾ ഞാൻ പേടിക്കുന്നത് ഒരു ബിദ്അത്ത് ഉണ്ടാകുന്നതാണ്. ദീനിൽ ഒരു ആചാരം പുതിയതായി കൊണ്ടുവരുന്നതാണ്. തീ ജീവനെ എടുക്കൊള്ളൂ, ദുനിയാവേ പോവൂ. ബിദ്അത്ത് ആഖിറ നഷ്ടപ്പെടുത്തും. ബിദ്അത്ത് ആഖിറ നഷ്ടപ്പെടുത്തും. മദ്യപിക്കുന്നവൻ തെറ്റാണെന്നറിയാം, തൗബ ചെയ്യാം. തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിൽ അടങ്ങേറുണ്ടാകും. ഒരു നല്ലൊരു സംസാരം കേട്ടാൽ ചിലപ്പോ തൗബ ചെയ്തു മടങ്ങും. ബിദ്അത്തിന്റെ ആൾ ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ്, തൗബ പോലും ഉണ്ടാകില്ല. ഇത് നന്മയാണെന്ന് കരുതിയാണ് ചെയ്യുന്നത്. നന്മയാണെന്ന് കരുതിയാണ് വഴിയോരത്ത് കാത്തിരിക്കുന്നത്, മിഠായികൾ വിതരണം ചെയ്യുന്നത്, ഭക്ഷണം കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്നത്. പുണ്യമാണെന്ന് കരുതിയിട്ടാണ്, തൗബ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണണം. ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്നതല്ല. ഇത് ദീനിലുണ്ടാക്കുന്ന അനാചാരമാണ്. നമ്മുടെ കടയിൽ നിന്നൊരു സാധനം ഒരാളെടുത്ത് കൊണ്ടുപോയാൽ നമ്മൾ വിളിക്കൂലേ, അവിടെ തിരിച്ചു വെക്ക്. നമ്മുടെ കടയിൽ നിന്നൊരു സാധനം പോലും നമ്മൾ വിട്ടുകൊടുക്കൂല. അള്ളാന്റെ ദീനിൽ ആർക്കും എന്തും കൊണ്ടുവരാം, എന്തും എടുത്തു മാറ്റാം, ആർക്കും എന്തും ചെയ്യാം, നമുക്കൊരു പ്രയാസമില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ദീനുണ്ടാക്കാൻ ഒരു പണ്ഡിതനെയും ഒരു നേതാവിനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഇത് അള്ളാഹു പൂർത്തീകരിച്ച ദീനാണ്. അത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. ബിദ്അത്തിന്റെ ഭക്ഷണങ്ങൾ, ബിദ്അത്തിന്റെ ആഘോഷങ്ങൾ, അത്തരം ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ടാകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ നോക്കിക്കാണുക. നമ്മുടെ കുടുംബത്തെ അറിയിക്കുക. നമ്മുടെ കുടുംബത്തിന് ഈ സന്ദേശം കൈമാറണം. പലരും വലിയ പുണ്യമായി കരുതിയിട്ടാണ് ഉബൈദിയാക്കൾ തുടങ്ങിയ ഈ അനാചാരത്തിന്റെ പിറകെ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മതപരമായ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണം നമ്മൾ നിർവഹിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.